ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. എന്നെ കാണുന്നുണ്ടോ? ഞാൻ അന്ന് മീഷോന്ന് വാങ്ങിയ ലൈറ്റ് പോയി. ഏതെങ്കിലും ഒരു പേജ് കൊളാബറേറ്റ് ചെയ്യടാ പേജ്. ഓക്കെ, സോറിയാ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം, ഒരു 2-3 ദിവസം മുന്നേ ഈ ഒരു സാധനം, ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു. അതിനിടക്ക് നിങ്ങൾക്ക് തന്നെ അറിയാം, മറ്റേ നമ്മളെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസ്, കാര്യങ്ങൾ, കൂട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടോടുക ഇങ്ങോട്ടോടുക ഒന്നും ഓടിയിട്ടില്ല. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുകളും ഈ പറയുന്ന പോലെ അല്ലാത്ത കുറച്ച് പേഴ്സണൽ തിരക്കുകളും കാരണമാണ് എനിക്കിത് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ രേണു സുധി എന്ന് പറയുന്ന ചേച്ചീന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ കണ്ടത് കിച്ചുവിന്റെ വീഡിയോ ആണ്. ഇവരുടെ സുധി എന്ന് പറയുന്ന, മരിച്ചുപോയിട്ടുള്ള സുധി എന്ന് പറയുന്ന അവരുടെ മകൻ, രേണു ചേച്ചി മകൻ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന, ഇപ്പൊ കാണുന്നില്ല തോന്നുന്നു, മകനായിട്ട് കണ്ടുകൊണ്ടിരുന്ന, മകനായിട്ട് ഇപ്പോഴും കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല ചേച്ചി, സോറി, ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ രേണു സുധി എന്ന് പറയുന്ന ആ ചേച്ചീന്റെ കോണ്ടന്റ് 2ാമത്തെ പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ആള് ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനെ ആ ഒരു രോഗം പിടിപെട്ടിട്ട് ചികിത്സയിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് കിച്ചു ഇട്ടിട്ടുള്ള വീഡിയോ, ആ ഒരു വീഡിയോ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രേണു ചേച്ചി ഈ അസുഖബാധിതയായ സമയത്ത് ഒരുപാട് പേര് ആളെ വിസിറ്റ് ചെയ്യാൻ പോയി, ആളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. പക്ഷെ ഈ കിച്ചു ഇത്ര വയസ്സ് മുതൽ നോക്കിയ, പൊന്നുപോലെ നോക്കിയ കിച്ചു, ഞാൻ എൻ്റെ മകനായിട്ട് കണ്ടിട്ട്, അവന് ഞാനൊരു അമ്മയാണ്, അവൻ എൻ്റെ മകനാണ്, അങ്ങനെ വളർത്തിയ എൻ്റെ മകൻ എന്നെ കാണാൻ വന്നില്ല എന്നുള്ള ആ ഒരു അവരുടെ ഒരു സങ്കടമായിരിക്കാം അവർ പങ്കുവെച്ച സമയത്ത് കിച്ചു അതിനൊരു റിപ്ലൈ. കാരണം അത് ഒരുപാട് പേരെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സാധനം. കിച്ചു എന്തുകൊണ്ട് പോയില്ല, നീ ഒരു മകനാണോ, നിന്നെ ഒന്നുമില്ലെങ്കിലും നിന്റെ അമ്മ വിട്ടുപോയ സമയത്ത് നിനക്കൊരു അമ്മയുടെ സ്നേഹം തന്ന് നിന്നെ പരിചരിച്ച വ്യക്തിയല്ലേ ഈ പറയുന്ന രേണു ചേച്ചി, പിന്നെ എന്തുകൊണ്ട് പോയില്ല എന്ന വിമർശനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ കിച്ചു നേരിട്ട സമയത്ത് ആളിട്ടൊരു വീഡിയോ ആണിത്. ഞാൻ ഫുള്ളൊന്നും കേൾപ്പിക്കുന്നില്ല, കുറച്ച് നമുക്ക് കാണാം. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളോടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എന്റെ കിച്ചു, ഞാനൊരു കാര്യം വെച്ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സ് എല്ലാം പറഞ്ഞ് ഉള്ള കമന്റ് വഴിയെല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ള പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു, മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എന്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്, അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നു കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. ഹാറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത കുറേ ആൾക്കാരുണ്ടോ, അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതപ്പോ കിച്ചു കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പറഞ്ഞ രേണു ചേച്ചി സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയാൽ നമുക്കറിയാം. അപ്പോൾ ആ ഒരു ലൈവില്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ആവട്ടെ, പിന്നെ റീൽസ് ആവട്ടെ, അങ്ങനെയുള്ളതിൽ കുറച്ചൊരു ലൈംഗിക ചൊവയുള്ള, നമ്മളെ ചുണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ ചുണ്ട് കൊണ്ടുള്ളതും, പിന്നെ കുറച്ചൊക്കെ ക്ലീവേജ് കാണിച്ചുകൊണ്ടും വയറ് കാണിച്ചുകൊണ്ടും ഒക്കെയുള്ള ഈ പറയുന്ന പോലെ കണ്ടന്റുകൾ ഇട്ട സമയത്ത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നത്. അത് നമുക്ക് രേണു ചേച്ചിന്റെ വീഡിയോ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഞാൻ അതിന്റെ ബാക്കി പറയാം. നിങ്ങൾ ചാറ്റ് കാണും. കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ടേ കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണേ. അപ്പൊ എന്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ മോൻ ഗുഡെന്ന് പറഞ്ഞുകൊണ്ടാണ്. മോൻ അന്ന് എന്നോട് പറയായിരുന്നേ, അമ്മേ അത് വേണ്ട കേട്ടോ എന്ന് പറയായിരുന്നു, അമ്മ ഇത് ചെയ്യത്തില്ലായിരുന്നു മോനെ. മോൻ ഗുഡ് നന്നായെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്തത്. തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ലായിരുന്നു. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 180 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 180. നിങ്ങൾ കണ്ടോ, എന്നെ വെറുതെ വിട് കിച്ചു എന്നെ വെറുതെ വിട്. ഓക്കെ, ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12 മിനിറ്റ് എങ്ങനെ നീണ്ടു നിൽക്കുന്നുള്ള
ഒരു വീഡിയോ ആണ് രേണു ചേച്ചി ഇട്ടിട്ടുള്ളത്. ഇതില് ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കിച്ചു ആദ്യം സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ അത് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഓക്കെ എല്ലാവരും തുടങ്ങുന്നുണ്ട്, നിങ്ങളും തുടങ്ങിക്കോ. എല്ലാ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ ആൾക്കാരും ഇതുപോലെയുള്ള വൾഗർ കണ്ടന്റുകളോ ഈ പറയുന്നത് പോലെയുള്ള നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലീവേജ് കാണിക്കണോ, നേവൽ കാണിക്കണോ, അല്ലെങ്കിൽ ഹാഫ് നൂഡായിട്ട് നിൽക്കണോ, പിന്നെ നാവ് കടിക്കണോ, ചുണ്ട് കടിച്ച് പറിക്കണോ, മൂക്ക് കടിച്ച് പറിക്കണോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ആരൊക്കെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്ന അവരെ പേഴ്സണൽ വിഷയമാണ്. പക്ഷേ തുടങ്ങുന്നതൊക്കെ ഇതിനായിരിക്കണം എന്ന് കിച്ചു വിചാരിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അതിലെന്തൊക്കെ ഇടാം? ഇപ്പോ എല്ലാവരും ഇതുപോലെയുള്ള കണ്ടന്റുകൾ തന്നെ ചെയ്യുന്നവരല്ല, നോർമൽ കണ്ടന്റുകൾ ഇടുന്ന ആൾക്കാരും ഉണ്ട്. അത് ഓക്കെ എന്ന് പറഞ്ഞതായിരിക്കില്ലേ? അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് പേര് റിയാക്ട് ചെയ്തു, ഒരുപാട് പേര് ട്രോൾ ചെയ്തു. എനിക്കൊന്നും ആ സമയത്ത് ഞാൻ പറഞ്ഞത് നിങ്ങളൊക്കെ കാണുന്നോണ്ടല്ലേ അവര് കാണിക്കുന്നേ എന്നുള്ളതാണ്. അപ്പം ഈ കിച്ചു പോയിട്ട് ഒരു വാവയുണ്ടല്ലോ, ഇപ്പൊ ഒരു കുഞ്ഞു വാവയുണ്ടല്ലോ, ഋതപ്പന് നാളെ അത് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് നിങ്ങൾ ഇനി ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ സമയത്ത് ഈ രേണു ചേച്ചി പറഞ്ഞു നല്ലൊരു എമൗണ്ട് ലക്ഷങ്ങൾ ഈ സബ്സ്ക്രിപ്ഷനിൽ നിന്ന് വരുന്നുണ്ട്, അപ്പൊ അത് നിർത്തേണ്ട കാര്യമില്ല, സ്വാഭാവികമാണത്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു മറുപടിയാണ്. അതിനുശേഷം ആളൊന്നും പറയാൻ പോയിട്ടില്ല. അപ്പൊ കിച്ചു ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ കണ്ട ഞാൻ എങ്ങനെയാണ് അമ്മയായിട്ട് കണ്ട ഒരാളെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ പോയി കാണുന്നത്, പിന്നെയും ഞാൻ അമ്മയെന്ന് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് കിച്ചു പറയുന്നത്. കിച്ചുവിന്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവൻ ശരിയാണ്. പറഞ്ഞതുപോലെ അമ്മയോടൊക്കെ നിങ്ങൾ ചെയ്തതൊക്കെ ചെയ്തു, ഇനിയെങ്കിലും നിർത്തണം എന്ന് പറയുമ്പോൾ നിർത്താൻ പറ്റില്ല. കാരണം അൺലിമിറ്റഡ് മണി വരുന്ന സമയത്ത് അത് നിർത്താൻ പറ്റില്ല. കാരണം ഞാൻ പറയട്ടെ, ഈ സോഷ്യൽ മീഡിയയില് നമ്മൾ വലിയ എഫേർട്ട് എടുത്ത് പിന്നെ ഏൺ ചെയ്യേണ്ട ഒരു ഏരിയ അല്ല ഈ സബ്സ്ക്രിപ്ഷൻ. ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ശരീരം ഒന്ന് പ്രദർശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ സബ്സ്ക്രൈബേഴ്സ് കൂടും, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എമൗണ്ട് ഇടാം. അങ്ങനെ അൺലിമിറ്റഡ് മണിയാണോ എന്ന് ചോദിച്ചാൽ ആണ്, മേലടങ്ങിയിട്ടുള്ളതും അല്ല. പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞു എന്തും ആവട്ടെ, ഇപ്പം രേണു ചേച്ചി അസുഖബാധിതയാണല്ലോ, പിന്നെ എന്തടിസ്ഥാനത്തിലാണ് പഴയ വീഡിയോകൾ അല്ലെങ്കിൽ ഒരു 1, 2, 3 മാസങ്ങൾക്ക് മുന്നേയുള്ള വീഡിയോ കിച്ചു കാണിച്ചു എന്നുള്ളത്? അത് AI വീഡിയോ ഒന്നുമല്ല. അത് ഇപ്പം ഈ രേണു ചേച്ചിക്കും അറിയാം അത് AI അല്ല, ആളുടെ തന്നെ വീഡിയോ ആണ്. അതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ സമയം കാണുള്ളൂ. മനസ്സിലായില്ലേ? രണ്ടാമത് എനിക്ക് രേണു ചേച്ചി പറഞ്ഞതിനോടുള്ള എന്റെ പേഴ്സണൽ എതിർപ്പ് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വീണ്ടും 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 അമ്മ കിച്ചു നിന്റെ അമ്മ, ലൈക്ക് രേണു ചേച്ചി സ്വയം പറയാണ് കിച്ചുവിന്റെ അമ്മയാണ് എന്നുള്ളത്. അവൻ എന്തും ചെയ്യട്ടെ, രേണു ചേച്ചി അവൻ എന്തും ചെയ്യട്ടെ, അവന് നിങ്ങളൊരു അമ്മയാണ്, ഈ അമ്മയായിട്ട് നിങ്ങളെ കാണുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ പറയുന്നു കിച്ചു നിങ്ങൾക്ക് മകനാണ്, നിങ്ങൾ കിച്ചുവിന്റെ അമ്മയാണെന്ന്. ഏതമ്മ പറയും ഇങ്ങനെ? കിച്ചു എനിക്കും നിനക്കും അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നെ കൊണ്ടത് പറയിക്കരുത് എന്ന് ഏതമ്മ പറയൂ ചേച്ചി? അങ്ങനെ ഒരമ്മയും പറയില്ല. പറയൂ? ഇത് കാണുന്ന അമ്മമാർ, ഞാൻ അമ്മയായിട്ടില്ല, ഇത് കാണുന്ന അമ്മമാരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ മക്കളെ കിച്ചു വേറൊരാളുടെ മകനായിട്ടല്ല സ്വന്തം മകനായിട്ടാണ് രേണു ചേച്ചി കാണുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെ അമ്മമാരങ്ങനെ പറയും? എന്ത് സാഹചര്യം വരട്ടെ, ഏതൊക്കെ അമ്മമാരങ്ങനെ പറയും? ഞാൻ പറയട്ടെ രേണു ചേച്ചി, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ലൂപ്പാണ്. നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ്, നിങ്ങളെ എല്ലാ കുടുംബത്തിലും, ഞാൻ എപ്പോഴും പറയില്ലേ, എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത കുടുംബം നാടകത്തിന്റെ സെറ്റും ആയിരിക്കും, അല്ലാതെ എല്ലാ കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് വിചാരിച്ച് അതൊക്കെ നിങ്ങൾ വന്നിരുന്ന് സോഷ്യൽ മീഡിയയിൽ തുപ്പിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? രണ്ടുപേരോടുമാണ്. നിങ്ങൾക്കിപ്പോ കിച്ചു കാണാൻ വന്നിട്ടില്ല, കിച്ചുവിന് നിങ്ങളെ കണ്ടിട്ടില്ല, വാട്ട് എവർ ഇറ്റ് ഇസ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുക, അവൻ അവന്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങളോടുള്ള വെരി 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 പേഴ്സണൽ ഇഷ്ടം വെച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യം സമാധാനമാണ്. സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഒരിക്കലും അത് തരില്ല. ഞാൻ പറയാലോ, എനിക്കറിയില്ല ഇതിന് മുന്നേ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. ഞാനൊരു 5-6 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരാളായ സ്ഥിതിക്ക് ഞാൻ പറയട്ടെ, ഒരു കാരണവശാലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ സമാധാനം തരില്ല, സമാധാനക്കേടല്ലാതെ. കമന്റുകളിലൂടെയും വീഡിയോസിലൂടെയും നിങ്ങൾക്ക് സമാധാനക്കേടല്ലാണ്ട് തരില്ല. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റിക്കവർ ആവണമെന്നുണ്ടെങ്കിൽ, ഞാൻ വളരെ സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്, നിങ്ങൾക്ക് റിക്കവർ ആണെങ്കിൽ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ശിക്ഷ ലോകത്ത് നിന്ന് മാറിയിട്ട് നിങ്ങളുടെ ചികിത്സകളും കാര്യങ്ങളും മെഡിറ്റേഷനും അങ്ങനെയൊക്കെ ആയിട്ട് പോവുകയാണ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ അസുഖം ഭേദം. അതല്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എറിഞ്ഞ് കളിച്ചുകൊണ്ട് നിന്നാൽ, സോഷ്യൽ മീഡിയയിൽ കളിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് മാനസിക സംഘർഷം ഉണ്ടാവും എന്നല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ കാണുന്ന ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും ഈ സോഷ്യൽ ഏരിയയിൽ 4 ആളറിയുന്ന മുഖമായി കഴിഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, അവര് അതിനേക്കാളും വലിയ സന്തോഷം ഈ ലോകത്ത് പറയില്ല. ഇതിനേക്കാളും ഞാൻ ആദ്യമായിട്ട് പറയുന്നതല്ല ഇത്, നശിച്ചൊരു ലോകം ഈ ദുനിയാവിൽ വേറെയില്ല ഈ സോഷ്യൽ മീഡിയന്റെ അത്രയും. ഇതിൽ നിന്ന് നമുക്ക് ആകെ കിട്ടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുരച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാം. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഓൺ ആണ് എന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാക്കാം. ഇൻസ്റ്റാഗ്രാമിൽ പ്രൊമോഷൻസ് വന്നു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാം. ആ പൈസ കൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം വാങ്ങിയിട്ട് സന്തോഷിക്കാമെന്നല്ലാതെ ഏതെങ്കിലും ഒരാൾ എന്റെ വീഡിയോ കാണുന്നവർ പറയട്ടെ സോഷ്യൽ മീഡിയ കാരണമാണ് ഞാൻ സന്തോഷിക്കുന്നത് എന്നുള്ളത്. അല്ല, ആരാന്റെ വീഴ്ച കണ്ടിട്ട് സന്തോഷിക്കുന്നത്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. തരില്ല, രേണു ചേച്ചി തരില്ല. സോഷ്യൽ മീഡിയ നെവർ ഗിവ്സ് പീസ് ടു യു, ആർക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അസുഖം ഭേദമാവണമെങ്കിൽ നിങ്ങൾ ഈ ഫോണിലുള്ള ഇൻസ്റ്റഗ്രാം ഇതുപോലുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസ് ഒക്കെ ഹൈഡ് ചെയ്തിട്ട് നിങ്ങളെ ഫോൺ ആരെങ്കിലും കയ്യിൽ കൊടുക്കാം. ചിലപ്പോൾ നിങ്ങൾ പറയും എനിക്ക് എന്റെ അപ്ഡേഷൻസ് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കണം. നിങ്ങളെ ജെനുവിൻലി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങൾ എവിടെ നിന്നാണോ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആ ഹോസ്പിറ്റലിൽ പറഞ്ഞു കൊടുക്കുക. അവരെ വിളിച്ചന്വേഷിക്കട്ടെ. നിങ്ങളെ ജെനുവിൻലി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അങ്ങനെ വിളിച്ചന്വേഷിക്കും ചേച്ചി. നിങ്ങൾ വന്നിരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ സിസ്റ്ററിനോട് പറയാ എന്റെ അപ്ഡേഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോയിൽ വന്നിരുന്ന് പറയോ, അല്ലെങ്കിൽ സിസ്റ്ററിനോട് പറയാൻ പറയാ രേണുവിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ മുഖേന നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. രേണു കുറച്ച് കാലത്തേക്ക് സോഷ്യൽ ഏരിയയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുകയാണ്. ബെറ്റർ ഫോർ യു, ബെറ്റർ അല്ല, ദ ബെസ്റ്റ് വേ, നല്ലൊരു വേ ആണിത്. ട്രൈ ചെയ്ത് നോക്കൂ. കാരണം ഉണ്ടല്ലോ, സോഷ്യൽ മീഡിയയിലുള്ള കുറെ ആൾക്കാരുടെ വൈകൃതങ്ങളുള്ള കമന്റുകൾ നിങ്ങളെ തളർത്തും. പ്രത്യേകിച്ച് നിങ്ങളൊരു ഇത്രയും ഒരു അസുഖത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈസിലി നിങ്ങളെ ഈ കമന്റുകൾ ബാധിക്കും എന്നുള്ളതാണ്. സീരിയസ് ആയിട്ട് ഞാൻ പറയട്ടെ, എല്ലാവരും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. രേണു ചേച്ചിനോട് നിങ്ങൾ എന്റെ വീഡിയോ നിങ്ങൾ കാണുമോന്നോ, നിങ്ങൾ എന്നെ കേൾക്കുമോന്നോ ഒന്നും എനിക്കറിയില്ല. ടേക്ക് എ ബ്രേക്ക് ഫ്രം സോഷ്യൽ മീഡിയ. Take care.